നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേനക സുരേഷ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് മേനക സുരേഷ് പറയുന്നു, മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരെല്ലാം കുത്തുവാളയെടുക്കുന്നു. അതുപോലെ ടെക്നീഷ്യന്മാരും സിനിമാ നടന്മാരും കോടീശ്വരന്മാരാകുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മലയാള സിനിമയുടെ ആദ്യ കാലം മുതൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രൊഡ്യൂസർമാര് കാശില്ലാതെ പ്രൊഡ്യൂസർമാരെടുക്കുന്നു. മിക്കവാറും സിനിമ പൊളിയുന്നു. അങ്ങനെ അദ്ദേഹം കുത്തുവാളയെടുക്കുന്നു. ആദ്യത്തെ സിനിമയായ വിഗതകുമാരനിൽ മുതൽ ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. വിഗതകുമാരന്റെ സംവിധായകനും നിർമ്മാതാവുമായ ജെ.സി. ഡാനിയൽ ആ സിനിമ കൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിക്കുകയും അവസാനം അദ്ദേഹം തമിഴ്നാട്ടിലെങ്ങോ പോയി സെറ്റിൽ ആവുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം സാമ്പത്തികമായി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിച്ചു മരിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സിനിമാ വ്യവസായം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഈ പ്രതിസന്ധികൾ സിനിമയിലുണ്ട്. കാരണം നല്ല സബ്ജക്റ്റ് നോക്കാതെ സിനിമ എടുക്കുന്ന എല്ലാ നിർമ്മാതാക്കളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ്. ആ സിനിമ വ്യവസായമായതുകൊണ്ട് ഇത് വിജയിക്കാനും പരാജയപ്പെടാനുള്ള സാധ്യതയാണ്. ഏത് വ്യവസായങ്ങളും വിജയിക്കാനുള്ള സാധ്യത 10% ആണുള്ളത്. പരാജയപ്പെടാനാണ് 80%, 80 മുതൽ 90% വരെ സാധ്യതയുള്ളത്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ശരിക്കും റിസ്ക് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്. പിന്നെ ശരിക്കും ഈ മേഖലയെ കുറിച്ചൊക്കെ പഠിച്ച് നല്ല സബ്ജക്റ്റ് ആണ്, ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നി എടുക്കുന്ന സിനിമകൾ വിജയിക്കും. അത് അധികം ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പൊ പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ 150 കോടിയോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ട്രെയിലറിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ അറിയാം. അത് വളരെ ചീപ്പായിട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി 150 കോടി 200 കോടി എന്നൊക്കെ പറയും. കാരണം കുറച്ച് വിദേശ ലൊക്കേഷനുകളിലും കുറെ ഷോട്ടുകളും അതും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ചിലവൊന്നും ആവില്ല. പിന്നെ ഇത് ഭയങ്കര ചിലവാന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ബറൂസ് ഭയങ്കര സംഭവം പറയും. പക്ഷെ കാശിന് കൊള്ളാത്ത സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സിനിമ പ്രൊഡ്യൂസർക്ക് എപ്പോഴും റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയാണ്. പിന്നെ നടന്മാർ ഭയങ്കരമായ കാശുണ്ടാക്കും എന്ന് പറയുന്നത്, അത് വിജയിച്ചിരിക്കുന്ന നടന്മാർ അവരുടെ സാലറി കൂട്ടും, കാശുണ്ടാകും. പക്ഷെ അവരുടെ ജീവിത ചെലവ് അതുപോലെയൊക്കെ തന്നെ കൂടുതലാണ്. അവര് ആ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ലക്ഷറി ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പൈസ ഇല്ലാണ്ട് വരും. ഇപ്പൊ കൊച്ചിൻ ഖലീഫയൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തൊരു നടൻ തന്നെയായിരുന്നു. ഒരുപാട് വർഷ സിനിമകളിൽ നിന്നാണ്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊന്നും തീരെ സാമ്പത്തികം ഇല്ലായിരുന്നാണ് പറയപ്പെടുന്നത്. പല നടന്മാരുടെ അവസ്ഥ അതാണ്. പിന്നെ പറയുന്നു പ്രേം നസീർ ഭയങ്കര സഹായിയായിരുന്നു. പ്രേം നസീർ പഴയ പ്രൊഡ്യൂസർമാർക്ക് വീണ്ടും സിനിമകൾ ചെയ്തു കൊടുക്കുന്നു. അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ നടന്മാർ അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ ഡ്രൈവറായിട്ട് വന്ന ആളാണ് ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ ഇന്ന് വളരെ വലിയൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന് ഒത്തിരി സിനിമ സ്ക്രീനുകളുണ്ട്, തിയേറ്ററുകളുണ്ട്, ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. പ്രേം നസീറിന്റെ ഡ്രൈവറായിട്ട് നടത്തിയ ആൾ ഒരിക്കലും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. പണ്ടത്തെക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ നടന്മാർ ചെയ്യുന്നുണ്ട്. കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനും, ഇപ്പം മമ്മൂട്ടിയാണേലും ഹാർട്ട് ഫൗണ്ടേഷൻ വഴി അദ്ദേഹം ഒരുപാട് ഹൃദയ ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് കരുതി പ്രൊഡ്യൂസർ അതുകൊണ്ട് രക്ഷപ്പെടില്ല. പ്രൊഡ്യൂസർ ഇവരുടെ ഈ വലിയ ലൈം ലൈറ്റ് കണ്ട് ഭയങ്കരമായ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അത് നിലനിൽക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ പടം പൊളിയും. അതോടുകൂടി അയാൾ കുത്തുവാള എടുക്കും. ഇത് ഏതോ ഒരു സിനിമയ്ക്ക് 5 കോടി രൂപ മുടക്കി സിനിമ എടുത്തു. 4 കോടിക്ക് സിനിമ തീർത്തേക്കാന്ന് പറഞ്ഞു. പക്ഷെ 20 കോടിയായി സിനിമ തീർത്തു. ആ പ്രൊഡ്യൂസറിന്റെ ചാട്ട വെട്ടി അടിക്കണം. കാരണം സിനിമയുടെ പകുതി ആകുമ്പോഴത്തേക്കും 2 കോടി രൂപയ്ക്ക് തീർന്നെങ്കിൽ 4 കോടി രൂപയ്ക്ക് ഇത് മുഴുവൻ ഫിനിഷ് ആവുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലാവാനുള്ള ബോധം ഇല്ലെങ്കിൽ അയാൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളിപ്പോ എന്തോ തൊഴുത്തിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അയാൾ സിനിമ പിടിച്ചില്ലേലും അയാൾ തൊഴുത്തിൽ താമസിക്കേണ്ടി വരും. കാരണം അയാളില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലുള്ള മണ്ടത്തരമുള്ള ബിസിനസ്സിൽ പോയി ചാടും. ചാടി ആ കാശ് മുഴുവൻ കളയുന്നുള്ള ഉറപ്പാണ്. അത് സിനിമ പിടിച്ചുകൊണ്ട് മാത്രമല്ല, കാരണം അയാൾക്ക് യാതൊരു വിധത്തിലുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം ഒരു 4 കോടി രൂപ മുടക്കാനുള്ളവരെ ഈ സിനിമ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ വേണം. അല്ലെങ്കിൽ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞ് നടക്കരുത്. പിന്നെ നടന്മാർക്ക് അവരുടേതായ ഒരു സ്റ്റാർ വാല്യൂയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഈ പ്രൈസ് കൂട്ടുകയും അവരെല്ലാം ചെയ്യുന്നത്. അത് സൗകര്യമുള്ളതും കൊടുക്കുക, ഇല്ലാത്തതും കൊടുക്കാതിരിക്കുക. അവരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്ത് അഭിനയിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകാതിരിക്കുക. ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാർ പുതുമുഖങ്ങളോ ആൾക്കാരുണ്ട്, അഭിനയിക്കാൻ അറിയാവുന്നവരും. അങ്ങനെയുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂ നടത്തിയോ ഒക്കെ എടുക്കുക. ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. അങ്ങനെയാണല്ലോ ഓരോ നടന്മാരും പുതിയതായിട്ട് വളർന്നു വരുന്നത്. അതിന് കഴിവില്ലാതെ നിർമ്മാതാക്കളും സംവിധായകരും എന്തെങ്കിലും ചെയ്തിട്ട് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ സുരേഷ് കുമാർ പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, സിനിമ സമരം തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ്. അതായത് ജൂൺ 1 മുതൽ കേരളത്തിൽ കാലവർഷം ശക്തിപ്പെടുന്ന ഒരു സമയമാണ് ജൂൺ മാസം. അത് തിയേറ്റർ തുറന്നിട്ടാലും ഇല്ലെങ്കിലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഇതൊരു സിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമരമാണെന്ന് വേണം പറയാൻ. അതായത് ഇപ്പോൾ 2-3 വലിയ പടങ്ങളുണ്ട്. മോഹൻലാലിന്റെ എമ്പുരാൻ വരുന്നു. അതുപോലെ വേറൊരു പടമായ തുടരും. അങ്ങനെ കുറെ സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയും ആൾക്കാരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും സിനിമ അതുപോലെ സിനിമാ മേഖല വ്യവസായം എന്നുള്ള രീതിയിൽ അതിന്റെ ടാക്സ് കുറയ്ക്കുന്നതിന്, എന്റർടൈൻമെന്റ് ടാക്സ് കുറയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്
ഈ ചെയ്യുന്നത്. ശരിക്കും എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന സിനിമ കാണുന്ന ആളുകളിൽ നിന്നാണ് അവർ എന്റർടൈൻമെന്റ് ടാക്സ് മേടിക്കുന്നത്. അത് ഏറ്റവും തന്നെ കാര്യമാണ്. കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. കാരണം ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യുന്നതിന് ഒരു ടാക്സ് മേടിക്കാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയാണ്. സാധാരണ ഒരു ചായക്കടയിൽ നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ആവുന്നത് ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ 50 60 രൂപയാവും. ഇതെന്തൊരു ഇതാണ്. സിനിമ എടുക്കണേന് നമ്മൾ കാശ് കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് ഒരു ചായ കുടിക്കണേന് അപ്പൊ അതിനും പൈസ കൊടുക്കണം. ഒരു ചായക്കടയിൽ നമ്മളൊരു ചായ കുടിച്ചാൽ തന്നെ അതിന് അവർക്ക് ലാഭമുണ്ട്. അവർ ലാഭത്തിൽ തന്നെയാണ് അത് വിൽക്കുന്നത്. ആ ലാഭം പോരാഞ്ഞിട്ട് വീണ്ടും ഒരു ലാഭം എടുത്ത് അതിന് വേണ്ടി എന്റർടൈൻമെന്റ് ടാക്സും കൊടുക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. ഇവർ ആൾക്കാരെ പറ്റിക്കുന്നു. അതുകൊണ്ട് ഇവർക്കും ഓരോരോ കളി കിട്ടുന്നു. അത്രേ ഉള്ളൂ. സിനിമാ വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിനാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് നല്ല സിനിമകൾ എടുക്കുക. ആ നല്ല സിനിമകൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിജയിക്കുക. പിന്നെ ഇത് ഒരിക്കലും എല്ലാ പ്രൊഡ്യൂസർമാർക്കും എടുക്കുന്ന സിനിമകൾ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരിക്കലും ഉറപ്പില്ല. കാരണം ഇത് ഓരോ പ്രൊഡ്യൂസർമാരും വരുന്നു, അവർ സിനിമ എടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വെച്ച് അവർ സിനിമ എടുക്കുന്നു, അത് ആൾക്കാർ കാണുന്നു. ഇതിനൊരിക്കലും എല്ലാവർക്കും നല്ല സിനിമകൾ മാത്രം എടുക്കണം, എല്ലാ ഹോട്ടലുകളും വിജയിക്കുന്ന ഒരു കാലം ഉണ്ടാവുന്ന ലോകത്ത് പറയാൻ പറ്റില്ലാത്ത പോലെയാണ്. കാര്യങ്ങൾ അറിയാവുന്നവനും നല്ല രീതിയിൽ നല്ല സമയത്ത് സിനിമ എടുത്താൽ ആ സിനിമ വിജയിക്കും. അല്ല മോശം സമയത്താണ് അവൻ സിനിമ എടുക്കണമെങ്കിൽ അവന്റെ സിനിമ പൊട്ടും എന്നുള്ള 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് 80% സിനിമകൾ പൊളിയുന്നത്. 20% സിനിമകൾ 10% സിനിമകൾ മുടക്കുന്നിൽ തിരിച്ചു പിടിക്കും. 10% സിനിമകൾ നന്നായിട്ട് സക്സസ് ആവും. ഇതാണ് സിനിമയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിലനിൽക്കുന്നത്. ഇത് തന്നെ ഇതുപോലെ ഇനി മുമ്പോട്ടേക്ക് പോകത്തുള്ളൂ. അല്ലാതെ ഈ സുരേഷ് കുമാർ എന്ത് പറഞ്ഞാലും സമരം നടത്തിയാലും ഒന്നും ഒരു കാര്യമില്ല. പിന്നെ ഒരു സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഒരു നടനോട് പറയുന്നതാണ് കഥ. എത്രയോ മമ്മൂട്ടിയെ പോലുള്ള എത്രയോ നടന്മാർക്ക് ഒന്നും മേടിക്കാതെ പല സിനിമകളിൽ അഭിനയിക്കുന്നത്. ചില അവാർഡ് സിനിമകളിലൊക്കെ പഴയ അടൂർ ഗോപാലന്റെ സിനിമകളിലൊക്കെ ഒന്നും മേടിക്കാതെ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം ഒന്നും കിട്ടില്ല എന്ന്. ഞങ്ങളൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇത്ര രൂപയാണ്, ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ, ഇത്ര രൂപയ്ക്ക് തീർക്കാൻ പറ്റുമോ എന്ന് സംവിധാനോട് ചോദിക്കണം. അപ്പോൾ അതിന്റെ ആദ്യം പ്രീ പ്രൊഡക്ഷൻ ഇത്ര രൂപ, പ്രൊഡക്ഷൻ ഇത്ര രൂപ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്ര രൂപ, പബ്ലിസിറ്റിക്ക് ഇത്ര രൂപ, അങ്ങനെ എല്ലാം കറക്റ്റ് മാറ്റി വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഏതോ ഒരുത്തന്റെ 4 കോടിക്ക് പിടിച്ചിട്ട് 20 കോടിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാതാവിന്റെ കുഴപ്പം തന്നെയാണ്. അല്ലാതെ സംവിധായകനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ കാശ് കൊടുത്തോണ്ടാണല്ലോ സംവിധാനം ചെലവാക്കുന്നത്. അല്ലെങ്കിൽ അയാൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്ര രൂപ, പ്രീ പ്രൊഡക്ഷൻ ഇത്ര രൂപ, ഷൂട്ടിങ്ങിന് ഇത്ര രൂപ, ഇത്ര ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി കാശിന് ഇത്ര സീനുകൾ ഷൂട്ട് ചെയ്യണം, ഇത്ര സീനുകൾ ഷൂട്ട് ചെയ്തോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും. അല്ലാതെ എല്ലാ സിനിമകളും വിജയിക്കില്ല, എല്ലാ സിനിമകളും പരാജയപ്പെടും. ഈ നടന്മാരുടെ അവസ്ഥയാണെങ്കിലും വേറെ രീതിയിലാണ്. കാരണം ഇപ്പൊ നടക്കുമ്പോൾ ഫ്ലറിഷ് ചെയ്ത് നടക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിനിമ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഇവരും കുത്തുവാള എടുക്കും. പല നിർമ്മാതാക്കളുണ്ട് ജീവിക്കുമ്പോൾ. കാരണം ഇവര് ഒരുപാട് വില കൂടിയ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ കണ്ട ലീസിനും അതിനും ഇതിനൊക്കെ എടുക്കുന്നതാണ്. അത് അവരുടെ അടവും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കും അവരുടെ നല്ലൊരു തുക അവരുടെ കയ്യിൽ നിന്ന് പോകും. കാരണം അവർക്ക് അങ്ങനെ നടന്നെങ്കിൽ ഇച്ചിരി പൈസയെങ്കിലും ചോദിക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു നടനാണ്, അപ്പൊ നല്ലൊരു വണ്ടി മേടിച്ച് നടക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ നടക്കുന്നത്. അല്ലാതെ അവർക്ക് ലളിതമായ രീതി നടന്നു കഴിഞ്ഞാൽ ആരും ഈ ഷെയ്ൻ നിഗം എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇപ്പൊ മേബാക്കാ മേടിച്ചിരിക്കുന്നത്. അയാളെ 1-2 സിനിമകൾ കണ്ട് ആകെ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ അവനെ എവിടെന്നെങ്കിലും കാശ് കടം മേടിച്ചോ അല്ലെങ്കിൽ വല്ല വസ്തു പണയം വെച്ചോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവൻ ഈ മേബാക്കൊക്കെ മേടിക്കണത്. എന്നിട്ട് അടുത്ത ഏതെങ്കിലും പ്രൊഡ്യൂസർ ഇവനെ വെച്ചൊരു സിനിമ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ ചോദിച്ചില്ല. ഇവന്റെ ലാസ്റ്റ് തമിഴ് പടം എടുത്ത ഏതോ തമിഴ് പടം എങ്ങാണ്ട് 4 ലക്ഷം രൂപ എങ്ങാണ്ട് ആകെ കളക്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ചെലവ് കുറച്ച് എടുത്തെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇതങ്ങ് പോകും. ചിലപ്പോൾ സക്സസ് ആവും. എല്ലാ ഇതൊക്കെ തന്നെ നിർമ്മാതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിർമ്മാതാക്കള് കടം മേടിച്ച് അവന്റെ കൈക്കാശുള്ളത് കൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകും. അല്ലാതെ കടം മേടിച്ച ഒരുപാട് പൈസ കടം മേടിച്ചൊക്കെയാണ് ചെയ്യണമെങ്കിൽ പരാജയപ്പെടാൻ സാധ്യത. അല്ലാതെ ഇപ്പൊ സുരേഷ് കുമാർ സമരം നടത്തിയെന്ന് കരുതി സിനിമയിലെ പ്രശ്നങ്ങളൊന്നും തീരാനും പോകുന്നില്ല. അതിൽ യാതൊരു മാറ്റം വരാനും പോകുന്നില്ല. സിനിമാ വ്യവസായം ഇങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ. ഇത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ഇവന്മാർക്ക് ഇടയ്ക്ക് കളി കിട്ടും, ഉറപ്പ് തന്നെയാണ്.